ആത്മീക കാര്യങ്ങൾക്ക് താല്പര്യമില്ലാത്തത് അപകടകരമായ ഒരു സ്ഥിതിവിശേഷമാകുന്നു. ഇതിൻ്റെ അപകടം അനുഭവിച്ചറിയുമ്പോൾ ആത്മീകതയിലേക്ക് വരുവാൻ ശ്രമിച്ചാലും സാധിക്കാതെ പോകുന്നു. ഈ അവസ്ഥ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് നമ്മുടെ തലമുറകളെയാണ്. ജീവസന്ദേശത്തിൻ്റെ പ്രേക്ഷകർക്ക് ഞങ്ങളുടെ വന്ദനം. ലോക ചരിത്രത്തിലുടനീളം നിറഞ്ഞു നിൽക്കുന്ന അബ്രഹാമിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. തെളിഞ്ഞും മറഞ്ഞും ബൈബിളിലുടനീളം അബ്രഹാമിനെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തിനു വേണ്ടി ഒരു തലമുറയെ വാർത്തെടുക്കുവാൻ ഈ ഭക്തൻ വെച്ച വിശ്വാസ ചുവടുകളുടെ അനന്തരഫലം നിത്യതയിലും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. വിശുദ്ധ ബൈബിളിലെ വേറൊരു മഹത്തായ അധ്യായമാകുന്നു ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായം. ഇവിടെ നാം അബ്രഹാമിൻ്റെ മരണവും ഇസഹാക്കിനും റിബേക്കയ്ക്കും ഇരട്ടക്കുട്ടികൾ ജനിക്കുന്നതും കാണും. മാത്രമല്ല, ഈ അധ്യായത്തിൽ ഇസഹാക്കിൻ്റെയും ഇസ്മായിലിൻ്റെയും തലമുറകളെയും വിവരിച്ചിട്ടുണ്ട്. അതിൻ്റെ ശേഷം ജ്യേഷ്ഠാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആ സംഭവവും നാം പഠിക്കുന്നതാണ്. അങ്ങനെ ഇത് ശ്രദ്ധേയമായ മറ്റൊരു അധ്യായമാണ് 25-ാം അധ്യായം. അബ്രഹാമിൻ്റെ ജീവിതത്തിൻ്റെ രേഖ ഈ അധ്യായത്തിൽ അവസാനിക്കുന്നതായി കാണുന്നെങ്കിൽ തന്നെ 23-ാം അധ്യായത്തിൽ തന്നെ അവൻ്റെ ജീവിതത്തിൻ്റെ വിവരണം അവസാനിപ്പിച്ചിരുന്നു. അവൻ തൻ്റെ ദാസനെ ഇസഹാക്കിനൊരു ഭാര്യയെ കൊണ്ടുവരുവാൻ അയക്കുന്നതായിട്ടാണല്ലോ 24-ാം അധ്യായത്തിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. ഇനിയും 25-ാം അധ്യായത്തിലേക്ക് വന്നാട്ടെ. ആദ്യത്തെ 2 വാക്യങ്ങൾ: അബ്രഹാം വേറൊരു ഭാര്യയെ പരിഗ്രഹിച്ചു. അവൾക്ക് കെതൂറ എന്നു പേർ. അവൾ സിമ്രാൻ, യൊക്സാൻ, മെദാൻ, മിദ്യാൻ, ഇസ്ബാക്ക്, ശൂവഹ് എന്നിവരെ പ്രസവിച്ചു. ഇപ്പോൾ അബ്രഹാമിനൊരു വലിയ കുടുംബം തന്നെയുണ്ട്. സാറായുടെ മരണശേഷമാണ് അബ്രഹാമിന് തൻ്റെ വലിയ കുടുംബം ഉണ്ടായത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസഹാക്ക് ജനിച്ചതിന് ശേഷം അബ്രഹാമിന് മക്കളുണ്ടാകുവാൻ സാധ്യതയില്ലായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിച്ചിരുന്നാൽ ആ ധാരണ ഇവിടെ മാറ്റേണ്ടിയിരിക്കുന്നു. ദൈവം പ്രവർത്തിക്കുന്ന വിധം ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവം ചെയ്യുന്നതിലെല്ലാം ദൈവത്തിൻ്റെ വിരലടയാളം ഉണ്ടായിരിക്കും. മാനുഷികമായൊരു കുട്ടിയെ ജനിപ്പിക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു അബ്രഹാമിൻ്റെ ശരീരമെങ്കിലും ദൈവം പ്രവർത്തിച്ചപ്പോൾ ഇസഹാക്കിനെ മാത്രമല്ല, ഒരു വലിയ കൂട്ടം മക്കളുടെ പിതാവാകുവാൻ അബ്രഹാമിന് തന്നെ സാധിച്ചു. ഇവിടെ ഈ ഭാഗത്തെ വളരെ രസകരമായ ഒരു കാര്യം എന്തെന്നാൽ മെദാനെയും മിദ്യാനെയും ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. ഇവിടെ പറഞ്ഞിരിക്കുന്ന മക്കളിൽ നിന്നും രാഷ്ട്രങ്ങൾ ഉണ്ടായിക്കാണും. അത് ഏതൊക്കെയാണെന്ന് എനിക്കറിയില്ല. തിരുവചന പഠനത്തിൽ ആ ജാതികൾ നമ്മുടെ മുമ്പാകെ വരുന്നില്ല എന്നതിനാൽ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ മിദ്യാൻ അങ്ങനെയല്ലല്ലോ. മുമ്പോട്ട് പഠിക്കുമ്പോൾ മോശ മിദ്യാനിലേക്ക് ചെന്ന് അവിടെ നിന്നും തനിക്കൊരു ഭാര്യയെ എടുക്കുന്നത് നാം കാണുന്നതാണ്. മിദ്യാന്യർ അബ്രഹാമിൻ്റെ വംശത്തിലുള്ളവർ ആകുന്നുവെന്നോർക്കണം. മെദാരും അങ്ങനെ തന്നെ. അതുകൊണ്ട് നാം ഇവിടെ കാണുന്ന വസ്തുത അബ്രഹാമിന് വേറെ പുത്രന്മാരും ഉണ്ടായിരുന്നു എന്നതാണ്. എന്നാൽ ദൈവം അരുളി ചെയ്തിരിക്കുന്നത് ഇസഹാക്കിലൂടെയാണ് അബ്രഹാമിൻ്റെ സന്തതി അറിയപ്പെടുവാൻ പോകുന്നത് എന്നത്രേ. ദൈവത്തിൻ്റെ വഴികൾ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അബ്രഹാമിൻ്റെ അവസാന സമയം നമുക്ക് അല്പം കൂടി ഒന്ന് ചിന്തിക്കാം. 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ നാം വായിക്കുന്നത്: എന്നാൽ അബ്രഹാം തനിക്കുള്ളതൊക്കെയും ഇസഹാക്കിന് കൊടുത്തു.
അബ്രഹാമിനുണ്ടായിരുന്ന വെപ്പാട്ടികളുടെ മക്കൾക്കോ അബ്രഹാം ദാനങ്ങൾ കൊടുത്തു. താൻ ജീവനോടിരിക്കുമ്പോൾ തന്നെ അവരെ തൻ്റെ മകനായ ഇസഹാക്കിൻ്റെ അടുക്കൽ നിന്ന് കിഴക്ക് ദേശത്തേക്ക് അയച്ചു. അബ്രഹാമിൻ്റെ ആയുഷ്കാലം 175 സംവത്സരം ആയിരുന്നു. അബ്രഹാം വയോധികനും കാലസമ്പൂർണനുമായി നല്ല വാർദ്ധക്യത്തിൽ പ്രാണനെ വിട്ടു മരിച്ചു. തൻ്റെ ജനത്തോട് ചേർന്നു. അവൻ്റെ പുത്രന്മാരായ ഇസഹാക്കും ഇസ്മായേലും കൂടി മമ്രേക്കരികെ സോഹറിൻ്റെ മകനായ എഫ്രോൻ എന്ന ഹിത്യൻ്റെ നിലത്ത് മക്പേല ഗുഹയിൽ അവനെ അടക്കം ചെയ്തു. അബ്രഹാം ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയ നിലത്ത് തന്നെ അവിടെ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും അടക്കം ചെയ്തു. ഇസ്മായേൽ അബ്രഹാമിൻ്റെ ശവസംസ്കാരത്തിനായി വരുന്ന ആ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? എന്തെല്ലാം ആയാലും അബ്രഹാം അവൻ്റെ പിതാവാണല്ലോ. അങ്ങനെ ഇസഹാക്കും ഇസ്മായേലും ചേർന്ന് അബ്രഹാമിൻ്റെ ശവസംസ്കാരം നടത്തുന്നു. തുടർന്ന് ഇസഹാക്ക് താൻ ആദ്യമായി റിബേക്കയെ കണ്ടുമുട്ടിയ ആ സ്ഥലത്തേക്ക് താമസം മാറ്റുന്നു. 25-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ അബ്രഹാം മരിച്ച ശേഷം ദൈവം അവൻ്റെ മകനായ ഇസഹാക്കിനെ അനുഗ്രഹിച്ചു. ഇസഹാക്ക് ബേർ-ലഹരോയ്ക്കരികെ പാർത്തു. 12 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് ഇസ്മായിലിൻ്റെ തലമുറകളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് കാണുവാൻ കഴിയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ ആ കാര്യം ഒന്നും കൂടി ഓർപ്പിക്കാം. അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് അവലംബിക്കുന്ന ഒരു പ്രത്യേക മാർഗം എന്തെന്നാൽ, ദൈവം ഉപയോഗിച്ചിട്ടില്ലാത്ത വംശത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞു വിടും, പിന്നെ അതേക്കുറിച്ച് സൂചിപ്പിക്കുകയില്ല. തുടർന്ന് ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുന്ന വംശത്തെക്കുറിച്ച് പറഞ്ഞ് അത് തുടർന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഇസ്മായിലിൻ്റെ വംശത്തെക്കുറിച്ച് പറഞ്ഞതിന് ശേഷം നാം ഇസഹാക്കിൻ്റെ ആ വംശത്തിലേക്ക് വരുന്നു. 25-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ വംശപാരമ്പര്യമാവിത്. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു. നാം ഇനിയും പിന്തുടരുവാൻ പോകുന്ന വംശം ഇതാകും. അബ്രഹാം ഇസഹാക്കിനെ ജനിപ്പിച്ചു, ഇസഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ചു. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് മത്തായി എഴുതിയ സുവിശേഷം 1-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ. നാം ഇതുവരെ കണ്ടതുപോലെ ഈ പറഞ്ഞവർക്കെല്ലാം വേറെ പുത്രന്മാരും ഉണ്ടായിരുന്നു എന്ന് മറന്നു പോകരുത്. അബ്രഹാമിന് ഏറെ പുത്രന്മാരുണ്ടായിരുന്നു, എന്നാൽ ആ പുത്രന്മാരുടെ വംശപാരമ്പര്യം പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ ക്രിസ്തു ജനിക്കുന്ന ആ വംശത്തെക്കുറിച്ച് പറയുമ്പോൾ ഇസ്മായേലിനെയും മിദ്യാനെയും മേദാരെയും എല്ലാം നിങ്ങൾക്ക് ഇപ്പോഴത്തേക്ക് മറക്കാം. ഇടയ്ക്കിടെ അവർ ഇസഹാക്കിൻ്റെ സന്തതികളുമായി ബന്ധപ്പെടുന്നത് കാണുന്നുണ്ടെങ്കിൽ തന്നെ ആ വംശങ്ങൾ പിന്തുടരേണ്ടി വരുന്നില്ല. ഇനിയും 20-ഉം 21-ഉം വാക്യങ്ങളിലേക്ക് ഞാൻ വരികയാണ്. 20-ഉം 21-ഉം. ഇസഹാക്കിന് 40 വയസ്സായപ്പോൾ അവൻ പദ്ദൻ ആരാമിലുള്ള അരാമ്യനായ ബെഥുവേലിൻ്റെ പുത്രിയും അരാമ്യനായ ലാബാൻ്റെ സഹോദരിയുമായ റിബേക്കയെ ഭാര്യയായി പരിഗ്രഹിച്ചു. തൻ്റെ ഭാര്യ മച്ചിയായിരുന്നതുകൊണ്ട് ഇസഹാക്ക് അവൾക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവൻ്റെ പ്രാർത്ഥന കേട്ടു. അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു. സാറായുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ റിബേക്കയും മച്ചിയായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കണം. എന്നാൽ ഇസഹാക്ക് ദൈവത്തോട് അപേക്ഷിച്ചു. ഇപ്പോൾ റിബേക്കയുടെ ഉദരത്തിൽ ഇരട്ടക്കുട്ടികളുണ്ട്. 22-ാം വാക്യം, അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. അത് കൊള്ളാമല്ലോ. ഈ 2 കുട്ടികൾ തമ്മിൽ അമ്മയുടെ ഉദരത്തിൽ ആരംഭിച്ച ആ പോരാട്ടം, ഇത് സാധാരണ കുട്ടികൾ കിടന്ന് തട്ടുന്നതോ തൊഴിക്കുന്നതോ പോലെയല്ല കേട്ടോ. പോരാട്ടമായിരുന്നു. ലോകത്തിൽ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പോരാട്ടത്തിൻ്റെ മുന്നോടിയാണ് ഈ റിബേക്കയുടെ ഉദരത്തിൽ നാം കാണുന്നത്. വെളിച്ചവും ഇരുളും തമ്മിൽ ഒരു പോരാട്ടമുണ്ട്. നന്മയും തിന്മയും തമ്മിലുള്ളൊരു പോരാട്ടമുണ്ട്. ആത്മാവും ജഡവും തമ്മിലുള്ളൊരു പോരാട്ടമുണ്ട്. ഈ പോരാട്ടത്തെക്കുറിച്ച് ഓരോ ദൈവപൈതലിനും എന്തെങ്കിലുമൊക്കെ അറിയാം. വിശുദ്ധ പൗലോസ് റോമർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 7-ാം അധ്യായത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. തൻ്റെ ഉള്ളിൽ നടക്കുന്ന ഈ പോരാട്ടത്തെക്കുറിച്ച് റിബേക്കയ്ക്ക് മനസ്സിലായില്ല. അതുകൊണ്ട് അവളൊരു ചോദ്യവുമായി ദൈവസന്നിധിയിലേക്ക് ചെല്ലുന്നു.
അവൾ ചോദിക്കുന്നു, ഇങ്ങനെയായാൽ ഞാൻ എന്തിന് ജീവിക്കുന്നു? 23-ാം വാക്യത്തിൽ യഹോവ അവളോട്, 2 ജാതികൾ നിൻ്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും, ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്നരുളി ചെയ്തു. ശ്രദ്ധിച്ചോ? മൂത്തവൻ ഇളയവനെ സേവിക്കും. ഇത് ദൈവം തന്നെ ചെയ്ത പ്രസ്താവനയാണ്. ഈ പറഞ്ഞത് അവൾ വിശ്വസിച്ച് കാണും, അവളുടെ ഇളയ മകനും വിശ്വസിച്ച് കാണും. 24-25 വാക്യങ്ങളിൽ അവൾക്ക് പ്രസവകാലം തികഞ്ഞപ്പോൾ ഇരട്ടപ്പിള്ളകൾ അവളുടെ ഗർഭത്തിലുണ്ടായിരുന്നു. 1-ാമത്തവൻ ചുവന്നവനായി പുറത്തു വന്നു, മേൽ മുഴുവനും രോമം കൊണ്ടുള്ള വസ്ത്രം പോലെ ഇരുന്നു. അവന് ഏശാവ് എന്ന് പേരിട്ടു. ഏശാവ് എന്ന പേരിൻ്റെ അർത്ഥം ചുവന്നവൻ എന്നാണ്, അല്ലെങ്കിൽ ഭൂമിയുടെ നിറമുള്ളവൻ എന്നൊക്കെയാണ്. അവൻ ആദ്യം ജനിച്ചതിനാൽ അവനെ മൂത്തവനായി കണക്കാക്കി. നിങ്ങൾക്കറിയാം, ചില മിനിറ്റുകളുടെ വ്യത്യാസമേ ഉള്ളൂ എന്ന് നമുക്കറിയാം. എന്നാൽ മൂത്തവൻ ഇളയവനെ സേവിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ്. 26-ാം വാക്യത്തിൽ, പിന്നെ അവൻ്റെ സഹോദരൻ പുറത്തു വന്നു, അവൻ്റെ കൈ ഏശാവിൻ്റെ കുതികാൽ പിടിച്ചിരുന്നു, അവന് യാക്കോബ് എന്ന് പേരിട്ടു. അവൾ അവരെ പ്രസവിച്ചപ്പോൾ ഇസഹാക്കിന് 60 വയസ്സായിരുന്നു. ഇസഹാക്കിൻ്റെയും റെബേക്കയുടെയും വിവാഹം കഴിഞ്ഞ് ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ കുട്ടികൾ ജനിച്ചത്. മൂത്തവൻ ഏശാവായിരുന്നു. അവർ അവനെ ചുവന്നവൻ എന്ന് വിളിച്ചു. യാക്കോബ് ഏശാവിൻ്റെ കുതികാൽ പിടിച്ചുകൊണ്ടാണ് പുറത്തേക്ക് വന്നത്, അതുകൊണ്ട് അവർ അവനെ യാക്കോബ് എന്ന് വിളിച്ചു. അതിൻ്റെ അർത്ഥം പിടിച്ചെടുക്കുന്നവൻ എന്നത്രേ. അവൻ ജ്യേഷ്ഠാവകാശം പിടിച്ചെടുക്കുവാൻ പോകുകയാണല്ലോ. ദൈവം ഈ കാര്യം അവനോട് നേരത്തെ പറഞ്ഞിരുന്നതാണ്. 27-ാം വാക്യത്തിൽ നാം കാണുന്നത്, കുട്ടികൾ വളർന്നു, ഏശാവ് വേട്ടയിൽ സമർത്ഥനും വനസഞ്ചാരിയും യാക്കോബ് സാധുശീലനും കൂടാരവാസിയും ആയിരുന്നു. ഈ 2 കുട്ടികൾ ആ ഭവനത്തിൽ വളർന്നു വരുന്നത് നമുക്ക് ഇനിയും ഒന്ന് ശ്രദ്ധിക്കാം. ഇവർ ഇരട്ടകളാണ്, എന്നിട്ടും അവരെപ്പോലെ വ്യത്യസ്ത സ്വഭാവമുള്ള 2 ആൺകുട്ടികളെ, അതും ഇരട്ടകളെ കാണുവാൻ പ്രയാസമാണ്. അവർ ഗർഭത്തിൽ കിടന്ന് തിക്കിയെന്ന് മാത്രമല്ല, വെളിയിൽ വന്നതിന് ശേഷവും അന്യോന്യം ഈ തിക്കലും മല്ലടിക്കലുമാണ്. അവർക്ക് തികച്ചും വ്യത്യസ്തങ്ങളായ കാഴ്ചപ്പാടുകളും ജീവിത വീക്ഷണങ്ങളുമാണ് ഉള്ളത്. ഒരു കാര്യം സമ്മതിച്ചേ മതിയാകും, അതായത് ആരംഭത്തിലെ യാക്കോബിനേക്കാൾ കൂടുതൽ ആകർഷകമായിരിക്കുന്നത് ഏശാവാണ്. അതുകൊണ്ട് തന്നെയാണ് പലരും ഇന്നും ഈ തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കാതെ നട്ടം തിരിയുന്നത്. എന്തിന് ദൈവം ഇങ്ങനെ ചെയ്തു? 100 സംശയങ്ങൾ. ചതിയനായ യാക്കോബിനെ അംഗീകരിച്ച ദൈവത്തെ എങ്ങനെ വിശ്വസിക്കാമെന്നത്രേ പലരും ചോദിക്കുന്നത്. അതുതന്നെയാണ് നാം പരിശോധിക്കുവാൻ പോകുന്നതും. സുഹൃത്തെ, ഒരു കാര്യം ഓർക്കണം, പുറത്തെ ലക്ഷണങ്ങൾ നോക്കി ഒരു വ്യക്തിയെ എപ്പോഴും മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അകത്ത് നടക്കുന്നത് എന്താകുന്നു, അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം നാം വിധിക്കേണ്ടത്. ഈ പ്രത്യേക സംഭവത്തിൽ നിന്ന് തന്നെ നാം പഠിക്കുന്ന അതാണ്. കുട്ടികൾ വളർന്നു. ഈ ഏശാവ് വേട്ടയിൽ സമർത്ഥനായ വ്യക്തിയായിരുന്നു. അവൻ വനസഞ്ചാരിയും കൂടിയായിരുന്നു. അവൻ നല്ല കായികാഭ്യാസിയായിരുന്നിരിക്കണം. ഏത് കളിയിൽ അവനെ ഇറക്കി വിട്ടാലും അവൻ സമർത്ഥനായിരുന്നു. ഓട്ടത്തിനും ചാട്ടത്തിനും ക്രിക്കറ്റിനും ഹോക്കിക്കും എല്ലാം അവനുണ്ടാകും. ഞാൻ ഇന്നത്തെ ഏശാവിൻ്റെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. ഭൗതികമായ സകലത്തിലും അവൻ മുൻപന്തിയിലായിരുന്നു. എന്നാൽ ആത്മീക കാര്യങ്ങളെക്കുറിച്ച് അവന് വലിയ അറിവോ കഴിവോ ആഗ്രഹമോ ഇല്ലായിരുന്നു. ഭൗമികമായ കാര്യങ്ങളിൽ മാത്രമാണ് അവന് താല്പര്യമുണ്ടായിരുന്നത്. അവൻ ജഡത്തെ പ്രതിനിധീകരിക്കുന്നവനാണ്. യാക്കോബിനെക്കുറിച്ച് പറഞ്ഞിരുന്നത് അവൻ സാധുശീലനായിരുന്നു എന്നത്ര. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് എങ്ങനെ വേണമെങ്കിലും വ്യാഖ്യാനിക്കാം. അവൻ വീട്ടിനകത്ത് അങ്ങനെ കറങ്ങി കറങ്ങി നടന്നു. അവൻ മമ്മിയുടെ പുന്നാര മോനായിരുന്നു. അവൾ എന്തു പറഞ്ഞോ അതാണ് അവൻ ചെയ്തിരുന്നതെന്ന് നിങ്ങൾക്കിപ്പോൾ അറിയാം. യാക്കോബ് മമ്മിയുടെ മോൻ, ഏശാവ് പപ്പായുടെ കുട്ടൻ. 28-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഏശാവിൻ്റെ വേട്ടയിറച്ചിയിൽ രുചി പിടിച്ചിരുന്നത് കൊണ്ട് ഇസഹാക്ക് അവനെ സ്നേഹിച്ചു, റിബേക്കയോ യാക്കോബിനെ സ്നേഹിച്ചു.
കുടുംബത്തിൽ ഇപ്പോൾ പ്രശ്നം. ഇതുപോലുള്ള സാഹചര്യത്തിലുള്ള കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നത് നിങ്ങൾക്കറിയാമല്ലോ. ഇവിടെ അത് സംഭവിക്കുന്നു. മാതാപിതാക്കളിൽ ഒരാൾക്ക് ഒരു കുട്ടിയോടും മറ്റേയാൾക്ക് മറ്റേ കുട്ടിയോടും പ്രതിപത്തി ഉണ്ടായാൽ ആ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകുമെന്നതിന് രണ്ട് പക്ഷമില്ല. ഇത് തന്നെയാണ് ഇവിടെ ഇസഹാക്കിൻ്റെ ഭവനത്തിൽ സംഭവിക്കുന്നത്. അറിഞ്ഞോ അറിയാതെയോ ഇന്ന് മിക്ക കുടുംബങ്ങളിലും ഈ പ്രശ്നം കാണുന്നുണ്ട്. ഇസഹാക്ക് ഏശാവിനെ കൂടുതൽ സ്നേഹിക്കാൻ കാരണം ഏശാവ് കൊണ്ടുവന്നിരുന്ന വേട്ടയിറച്ചി തിന്നതുകൊണ്ടാണ്. ഇസഹാക്കിൻ്റെ ഒരു ബലഹീനതയായിരുന്നു ഈ തീറ്റ. ഏശാവ് വേട്ടയ്ക്ക് പോയി എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവന്ന് അപ്പന് കൊടുക്കുമായിരുന്നു. റിബേക്കയുടെ കാര്യം പറയണ്ടല്ലോ. യാക്കോബ് മമ്മിയുടെ മോനായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഏശാവ് എല്ലാം കൊണ്ടും യാക്കോബിനേക്കാൾ മിടുക്കനായിരുന്നു. അവൻ മറ്റവനേക്കാൾ തികഞ്ഞവനായി തന്നെ കാണപ്പെട്ടു. യാക്കോബ് കൗശലക്കാരനായിരുന്നു. അവൻ കൂടുതൽ കൗശലങ്ങൾ കാണിക്കുവാൻ ശ്രമിച്ചു. സത്യം പറഞ്ഞാൽ ഏതു വിധത്തിലുള്ള തെറ്റും ചെയ്യുന്നതിന് ഒരു മടിയും ഇല്ലാത്തവനായിരുന്നു യാക്കോബ്. ഈ കാര്യത്തിൽ ദൈവം അവനോട് ഇടപെടുന്നുണ്ട്. രസകരമായ കാര്യം എന്തെന്നാൽ പുറമെ എല്ലാം കൊണ്ടും ആകർഷകനായിരുന്ന ഏശാവ് അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവത്തെ ഉൾക്കൊള്ളുവാനുള്ള ഒരു ത്രാണിയും ഇല്ലാത്തവനായിരുന്നു. അതിനുള്ള ഒരു താല്പര്യവും അവനില്ലായിരുന്നു. ഇന്നോളം തികഞ്ഞ ലോകമനുഷ്യനായി ഒരാളെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അത് ഏശാവാകുന്നു എന്ന്. അവൻ വെറും ലൗകികനായിരുന്നു. അതിന് മാത്രമാണ് അവൻ ജീവിച്ചത്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മീക കാര്യങ്ങൾക്ക് വേണ്ടി ഒരു വാഞ്ച ഉണ്ടായിരുന്നു. അതിന് പുറത്ത് കൂട്ടിയിട്ടിരുന്ന ചപ്പും ചവറും നീക്കം ചെയ്യുവാനും ക്ലാവൊന്ന് കഴുകിക്കളയുവാനും അശുദ്ധിയൊക്കെ ഉരുക്കിക്കളയുവാനുമായി ദൈവം വളരെ സമയമെടുക്കേണ്ടി വന്നു. ഏതായാലും ആ ആത്മീക ദാഹത്തിനടുത്ത് ദൈവം എത്തി. യാക്കോബിനെ പറ്റിയുള്ള പഠനം അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഒരു കാര്യം മനസ്സിലാക്കണം. അതായത് ജീവിതാവസാനത്തിൽ മാത്രമാണ് യാക്കോബ് ഒരു ആത്മീയനാണെന്ന്, ഒരു വിശ്വാസമുള്ളവനാണെന്ന് തെളിയിച്ചതെങ്കിലും അവൻ ആദ്യോടന്തം ഒരു ദൈവമനുഷ്യനായിരുന്നു. ദൈവം നോക്കുന്നത് പുറമേയുള്ള അഭിനയങ്ങളല്ല. 1, 2, 3 തെറ്റിലൊക്കെ വീണെന്ന് വന്നേക്കാം. ദൈവം നോക്കുന്നത് ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഭക്തിയും ദൈവത്തോടുള്ള സ്നേഹവുമാണ്. അതാണ് ദൈവം കണക്കാക്കുന്നത്. ആ ഭവനത്തിൽ നടന്നതായ ഒരു സംഭവത്തെക്കുറിച്ചാണ് തുടർന്ന് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലാക്കാവുന്നത് എന്തെന്നാൽ ആ ഭവനത്തിൽ മാതാപിതാക്കൾ കാണിച്ച പക്ഷാഭേദം ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും സൃഷ്ടിച്ചു. അതൊരു സന്തുഷ്ട കുടുംബമായിരുന്നെന്ന് പറയുവാൻ പ്രയാസമാണ്. 29 മുതലുള്ള വാക്യങ്ങളിൽ ആ സംഭവം നാം കാണുന്നുണ്ട്. ഞാനൊന്ന് വായിക്കാം. അത് 29 മുതൽ 32 വരെയുള്ള വാക്യങ്ങളിൽ. ഒരിക്കൽ യാക്കോബ് ഒരു പായസം വെച്ചു. ഏശാവ് വെളിമ്പ്രദേശത്ത് നിന്ന് വന്നു. അവൻ നന്നാ ക്ഷീണിച്ചിരുന്നു. ഏശാവ് യാക്കോബിനോട് ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നാ ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം അല്ലെങ്കിൽ ചുവന്നവൻ എന്ന് പേരായി. നിന്റെ ജ്യേഷ്ഠാവകാശം ഇന്ന് എനിക്ക് വിൽക്കുക എന്ന് യാക്കോബ് പറഞ്ഞു. അതിന് ഏശാവ്, ഞാൻ മരിക്കേണ്ടി വരുമല്ലോ, ഈ ജ്യേഷ്ഠാവകാശം എനിക്ക് എന്തിന് എന്ന് പറഞ്ഞു. ഈ സംഭവം ഇവരുടെ രണ്ടുപേരുടെയും സ്വഭാവം വെളിപ്പെടുത്തുന്നതാണ്. ഏശാവ് വയലിൽ നിന്ന് വന്നു. അവൻ വെളിയിലായിരുന്നു. അവൻ വളരെ ക്ഷീണിച്ചുമത്രേ വന്നത്. ചിലർ ചിന്തിക്കാറുണ്ട് അവൻ വിശപ്പ് കൊണ്ട് മരിക്കുവാൻ പോകുന്നു എന്ന്. അത് തെറ്റാണ്. അബ്രഹാമിൻ്റെ ഭവനത്തിൽ വളർത്തപ്പെട്ട ആരും അവിടെ ഒന്നുമില്ലായിരുന്നു കഴിക്കാൻ എന്നതുകൊണ്ട് വിശപ്പ് കൊണ്ട് മരിക്കുകയില്ല. ആ വീട്ടിൽ അവന് ഭക്ഷിപ്പാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് ഈ പായസം മാത്രമായിരുന്നു എന്നാണ്. മറ്റൊന്നും അപ്പോൾ അവൻ്റെ മുൻപിൽ ഇല്ലായിരുന്നു. ഈ പറഞ്ഞ പായസം യാക്കോബാണ് ഉണ്ടാക്കിയത്. യാക്കോബ് വീട്ടിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഈ വക കാര്യങ്ങളൊക്കെ അവന് അറിയാവുന്ന കാര്യങ്ങളായിരുന്നിരിക്കും. ആ
ചുവന്ന പായസം കുറേ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഏശാവ് അടുത്തു വരും. അതുകൊണ്ട് അവന് ഏദോം എന്ന് പേരായി. ഏശാവ് എന്ന പേരിൻ്റെ അർത്ഥം പോലെ തന്നെ ഏദോമിൻ്റെ അർത്ഥവും ചുവന്നവൻ അല്ലെങ്കിൽ മണ്ണ് കലർന്ന നിറമുള്ളവൻ എന്നൊക്കെയാണ്. ഇവൻ പായസം ചോദിക്കുന്നു. അപ്പോൾ യാക്കോബ് കിട്ടിയ അവസരം തക്കത്തിൽ പ്രയോഗിച്ചു. അവൻ ഉപായിയാണല്ലോ. അവൻ ആവശ്യം ആ ജ്യേഷ്ഠാവകാശമാകുന്നു. അവൻ പറഞ്ഞു, നിൻ്റെ ജ്യേഷ്ഠാവകാശം എനിക്ക് വിൽക്കുമോ? ഒരു നിമിഷം ആ ജ്യേഷ്ഠാവകാശത്തിൻ്റെ വിലയും അതിൻ്റെ അർത്ഥവും നമുക്കൊന്ന് നോക്കാം. അതിൻ്റെ അർത്ഥം ഈ ജ്യേഷ്ഠാവകാശമുള്ളവനാകുന്നു കുടുംബത്തിൻ്റെ നായകൻ എന്നത്രേ. മാത്രവുമല്ല, ഇതുള്ളവനാകുന്നു കുടുംബത്തിൻ്റെ പുരോഹിതൻ. ഈ പറഞ്ഞ കുടുംബത്തിലെ കാര്യം നോക്കിയാൽ ഈ അവകാശമുള്ളവൻ്റെ വംശത്തിലായിരിക്കും മശിഹ വന്ന് പിറക്കേണ്ടിയിരിക്കുന്നത്. ഏശാവ് ഇതിനെല്ലാം വില കൊടുത്തു എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? യാക്കോബിനറിയാമായിരുന്നു ഏശാവ് ഇതൊന്നും കാര്യമാക്കിയിട്ടേ ഇല്ല എന്ന്. ഈ പറഞ്ഞതിനൊന്നും ഏശാവ് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല എന്ന് യാക്കോബിനറിയാമായിരുന്നു. കുടുംബത്തിൻ്റെ പുരോഹിതനായിരിക്കുവാൻ അവൻ ആഗ്രഹിച്ചില്ല. വാസ്തവത്തിൽ അങ്ങനൊരു നിർബന്ധം വന്നാൽ തന്നെ ഏറ്റവും ഒടുവിൽ ചെയ്യുവാൻ അവൻ ആഗ്രഹിച്ചത് അതായിരിക്കും. ഇന്നത്തെ നമ്മുടെ സാഹചര്യത്തിലൊന്ന് ചിന്തിക്കുക. ക്രിസ്തുവിന് വേണ്ടി എന്തെങ്കിലും ത്യാഗപൂർവമായി ചെയ്യുവാൻ ചില വിശ്വാസികളോട് ആവശ്യപ്പെടുമ്പോൾ ലഭിക്കുന്ന മറുപടി കേട്ടിട്ടില്ലേ? ഓ, എന്നെക്കൊണ്ടൊന്നും സാധ്യമല്ല, ഞാൻ എന്താ ഉപദേശിയാണോ? ഞാനല്ലല്ലോ അച്ഛൻ. അതൊക്കെ ഉപദേശിമാരുടെയും അച്ഛന്മാരുടെയും പണിയാണ്. അതൊക്കെ പാസ്റ്റർമാർ ചെയ്യാനുള്ള പണിയാണ്. ആത്മീയമായ കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമില്ലാത്ത വളരെയേറെ ആളുകളുണ്ട്. തങ്ങൾ ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരാണെന്ന് കാണിക്കാൻ പോലും ഇക്കൂട്ടർക്ക് മടിയാണ്. അതായിരുന്നു ഏശാവ്. അങ്ങനൊരു ധാരണ നൽകുവാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അവനെ ഉപദേശിയെന്നോ പാസ്റ്ററെന്നോ ആരെങ്കിലും വിളിച്ചാൽ അത് അവനെ അധിക്ഷേപിക്കുന്നതാകുന്നു എന്നാണ് അവൻ ചിന്തിച്ചത്. അവന് തൻ്റെ ജ്യേഷ്ഠാവകാശം വേണ്ട. മശിഹായിലേക്ക് നയിച്ച വംശത്തിലായിരിക്കുവാൻ അവന് പ്രത്യേക താല്പര്യമൊന്നുമില്ലായിരുന്നു. ഇവനോളം മഠയൻ വേറെ ആരാണുള്ളത്? അവൻ ആത്മീയ കാര്യങ്ങൾക്കൊട്ടും പ്രാധാന്യം കൊടുത്തില്ല. ഒരു കപ്പ് പായസത്തിൻ്റെ വില പോലും കൊടുത്തില്ല എന്നാണ് നാം ഇവിടെ കാണുന്നത്. ഈ ഇടപാടിൽ യാക്കോബും തെറ്റുകാരനാണ് കേട്ടോ. മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് ദൈവം വാഗ്ദത്തം ചെയ്ത് കഴിഞ്ഞതായിരുന്നു. ദൈവത്തിൻ്റെ സമയത്ത് ദൈവത്തിൻ്റെ വഴിയിലൂടെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് ലഭിക്കുമായിരുന്നു എന്ന കാര്യത്തിൽ രണ്ട് പക്ഷമില്ല. എന്നാൽ യാക്കോബ് അത് ദൈവത്തിൻ്റെ സമയത്തിന് മുമ്പ് തട്ടിയെടുക്കുകയാണ് ചെയ്തത്. കൗശലത്തിലൂടെ, ഉപായത്തിലൂടെ അവനത് സ്വന്തമാക്കുന്നു. ദൈവത്തിൽ നിന്ന് അത് ലഭിക്കുവാൻ അവൻ ക്ഷമയോടെ കാത്തിരിക്കേണ്ടതായിരുന്നു. തനിക്ക് ചെയ്യാൻ സാധിക്കുന്നത് താൻ തന്നെ ചെയ്യണമെന്ന പ്രമാണത്തിലാകുന്നു ഈ യാക്കോബ് പ്രവർത്തിക്കുന്നത്. അവൻ ചിന്തിച്ചത് തനിക്ക് പ്രവർത്തിക്കുവാൻ കഴിവുള്ളിടത്തോളം കാലം അത് ചെയ്തു തരുവാൻ ദൈവത്തെ നോക്കിയിരിക്കുന്നത് വെറും മണ്ടത്തരമാകുന്നു എന്നത്രേ. ഇങ്ങനെ ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം അവനെ നല്ലതുപോലെ പഠിപ്പിക്കുവാൻ പോവുകയാണ്. 25-ാം അധ്യായത്തിൻ്റെ 33-34 വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, ഇന്ന് എന്നോട് സത്യം ചെയ്യുക എന്ന് യാക്കോബ് പറഞ്ഞു. അവൻ അവനോട് സത്യം ചെയ്തു. തൻ്റെ ജ്യേഷ്ഠാവകാശം യാക്കോബിന് വിറ്റു. യാക്കോബ് ഏശാവിന് അപ്പവും പയർ കൊണ്ടുള്ള പായസവും കൊടുത്തു. അവൻ ഭക്ഷിച്ചു പാനം ചെയ്ത് എഴുന്നേറ്റ് പോയി. ഇങ്ങനെ ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു. ഇത്തരുണത്തിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ഏശാവ് ജ്യേഷ്ഠാവകാശത്തെ അലക്ഷ്യമാക്കി കളഞ്ഞു എന്ന് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ ഏശാവ് അവിടെ ഇരുന്ന് അവൻ്റെ പയർപായസം മുഴുവനും കുടിച്ചു തീർത്തു. അവൻ തൻ്റെ ജ്യേഷ്ഠാവകാശം പൂർണ്ണമായും ഏൽപ്പിച്ചു കൊടുത്തു. അത് അവനൊരു വിലയുമില്ലാത്തതായി തോന്നിയിരുന്നു. ആത്മീകമായ യാതൊന്നും അവൻ അർത്ഥമുള്ളതായിരുന്നില്ല, വിലയുള്ളതായിരുന്നില്ല. ആത്മീയ സത്യങ്ങൾ തിരിച്ചറിയുവാൻ കഴിവില്ലാത്ത അനേകം ആളുകൾ ഇന്ന് സഭകളിലുണ്ട്. ആരാധന എന്നാൽ സാമൂഹ്യമായ ഒരു ഒത്തുചേരൽ എന്നതിനേക്കാൾ കൂടുതലായി ഒന്നുമല്ല എന്ന് ചിന്തിക്കുന്നവർ, പിതാക്കന്മാർ കാണിച്ചു തന്ന നല്ല നല്ല ആത്മീക മൂല്യങ്ങൾ ഇന്ന് യാതൊരു വിലയുമില്ലാത്തതായി ചിന്തിക്കുന്ന തലമുറ, ആത്മീയ കാര്യങ്ങളെക്കാൾ ഏറെ ഭൗമികമായ കാര്യങ്ങൾക്ക് ശ്രദ്ധ നൽകി ജീവിതം നശിപ്പിക്കുന്ന അനുഭവം. താങ്കളുടെ ജീവിതത്തിൽ ആത്മീയ കാര്യങ്ങൾക്ക് എത്രമാത്രം
മുൻഗണന നൽകുന്നുണ്ട്. ആ മനോഭാവത്തോടെ മുൻപോട്ട് പോകുവാൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ചാൽ ദൈവം തീർച്ചയായും അനുഗ്രഹിച്ച് നിങ്ങളെ കൂടുതൽ പ്രയോജനമുള്ളവരാക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവിളിയുടെയും ദൈവിക തിരഞ്ഞെടുപ്പിൻ്റെയും വ്യാപ്തി മനസ്സിലാക്കാത്തവർ നിത്യതയിലും ദുഃഖിച്ചുകൊണ്ടേയിരിക്കും. പിന്നത്തേതിൽ അനുഗ്രഹം ലഭിപ്പാൻ ആഗ്രഹിച്ച് കണ്ണുനീരോടുകൂടെ അപേക്ഷിച്ചിട്ടും തള്ളപ്പെട്ട് മാനസാന്തരത്തിന് ഇടലഭിക്കാതെ പോയ യേശാവിൻ്റെ ചരിത്രം അവസരങ്ങളെ തക്കത്തിൽ വിനിയോഗിക്കുവാൻ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നൊരു സംഭവമാകും.